ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ബെല്ലൈക്കനൊക്കെ ഒന്ന് അമർത്തി ഓൾ എന്ന ഓപ്ഷനൊക്കെ ഒന്ന് പ്രസ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്യണേ. കുറേ ദിവസമായി കടയിൽ പോയിട്ടും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഇന്ന് രാവിലെ പോയി. ഇന്ന് ഒഴിവ് ദിവസമാണ്. തീരെ നല്ലൊരു സുഖമില്ല. ഇപ്പോൾ വയ്യായിട്ടിരിക്കുന്നുണ്ട്. ഞാൻ ഓർത്ത് എന്തെങ്കിലും ഉണ്ടാക്കി മര്യാദയ്ക്ക് കഴിച്ചേക്കാം എന്നോർത്തുകൊണ്ട് പോയി കടയിൽ. പടവലങ്ങ വാങ്ങിച്ചേ. പടവലങ്ങയ്ക്ക് 6 ദിറംസാണ്. അതായത് 130 രൂപയോളം വരും കിലോ. ഏത്തപ്പഴം മേടിച്ചു. ഏത്തപ്പഴത്തിന് 5 ദിറംസേ ഉള്ളൂ. 4,99 കിലോയ്ക്ക്. 4,99, 5 ദിറംസ്. പിന്നെ അനാറിനും വില കുറവായിരുന്നു. സാധാരണ വെച്ച് വില കുറവാണ്. ഈ നല്ല അനാർ, ചെറിയ നാടൻ അനാറാണേ. ഇതിന് ഇത്രയും വില കുറവാണ്. വലിയ കുഴപ്പമില്ല. ചിലത് വലുതാണ് വരുന്നത്, അത് പുളിയായിരിക്കും, അത് കൊള്ളില്ല. ഇത് പിന്നെ ഉണ്ടോ മംഗോസ്റ്റീൻ കവക്കട്ട്. ഇത് ഞാൻ കുറേ ആയി വാങ്ങണമെന്ന് വിചാരിക്കുന്നത്. കാണുമ്പോൾ എവിടുന്നേലുമൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ കഴിക്കും. ഇന്ന് എന്തായാലും ഒരെണ്ണം മേടിച്ചേക്കാന്ന് ഓർത്തു. ഇതൊക്കെ നമ്മൾക്ക് ഇതിങ്ങനെ കാണുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കണം. എന്തിനാ കഴിക്കാതിരിക്കുന്നത്? ഇത് പക്ഷേ നല്ല രസമല്ലേ? കുടംപുളി പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തെ കാതിരുന്ന പോലെ ഭയങ്കര രസമായിരുന്നു. എനിക്ക് മധുരമാണെങ്കിൽ കഴിച്ചിട്ടുണ്ട്, ഞാൻ മേടിച്ചിട്ടില്ല ഇതുവരെ. എനിക്ക് കാണുന്ന എല്ലാ ഫ്രൂട്ട്സുകളും വാങ്ങി കഴിക്കണം എന്നാണ്. അത് വില കൂടുതലാണെങ്കിലും ഒരെണ്ണമെങ്കിലും മേടിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അപ്പം അങ്ങനെ ഞാൻ ഓരോന്ന് മേടിക്കുന്നു ഇടയ്ക്കിടയ്ക്ക്. അനാറൊക്കെ പിന്നെ ബ്ലഡിന് വേണ്ടിയിട്ടൊക്കെ നല്ലതാണെന്ന് പറയുന്നത് ഇപ്പോൾ വാങ്ങിക്കും ഇടയ്ക്ക്. ഞാനിവിടെ വന്നിട്ട് കൂർക്ക ഒരു തവണയും കണ്ട് ആകെ മേടിച്ചിട്ടുള്ളൂ. ഇത് നന്നാക്കി എടുക്കുന്ന പാട് ഓർക്കുമ്പോൾ. പക്ഷേ ഇത് ഇച്ചിരി നല്ലതാണ്, അതുകൊണ്ട് ഞാൻ മേടിച്ചു. ചൈനീസ് ആണ് കേട്ടോ. ചൈനീസ് പൊട്ടറ്റോ എന്നാണ് പറയുന്നത്, പേര് എഴുതി വെച്ചിരിക്കുന്നത്. കൂർക്കാന്നുകൊണ്ട് ഇത് വലിയ കുഴപ്പമില്ല. ഇച്ചിരി നല്ല കൂർക്കയാണ്. ഞാനൊരു കുറച്ച് മേടിച്ചു. ഒരു തേങ്ങായും കൂടെ വാങ്ങണം, മുറിച്ചിട്ടിട്ടേ കറി വയ്ക്കാൻ. ഇത് കറിവേപ്പില ചുമ്മാ ഒടിച്ചൊടിച്ചൊടിച്ച്. നാട്ടിലായിരിക്കുമ്പോൾ എന്നെ അഹങ്കാരമാണെന്നറിയോ. എനിക്ക് കറിവേപ്പില നല്ല സൂപ്പർ കറിവേപ്പില കിട്ടിയില്ലേ ഞാൻ ഒടിച്ച് കളഞ്ഞിട്ട് നല്ലത് കിട്ടുന്നവരെ എടുക്കും. പിന്നെ കറിവേപ്പ് വെട്ടി വിടുമല്ലോ തളർത്ത് വരാൻ. ഇപ്പം നല്ലത് നോക്കി ഞാൻ എടുക്കുകയുള്ളൂ. എന്നാലും ഇത് അത്ര നാടനല്ല. ചിലവ് കുഞ്ഞില കിട്ടും, നാടൻ ചെറിയ ഇല. അതിപ്പോൾ ഇല്ല. അതൊക്കെ മേടിച്ചു. പിന്നെ പിന്നെ പൊട്ടിച്ചിട്ട് മീൻ മേടിച്ചു. മീൻ ഇത് സ്രാവ്, അങ്ങനെ ഏതാണ്ട് പേര് പറയും, എനിക്ക് നിങ്ങളെല്ലാം അറിയില്ല. നമ്മുടെ സ്രാവെന്ന് തോന്നുന്നു. അതും ഇച്ചിരി മേടിച്ചു. ആഘോഷമായിട്ട് എല്ലാം ഉണ്ടാക്കി കഴിക്കാൻ നോർത്തു. പിന്നെ പറയേണ്ട പ്രധാനപ്പെട്ട ഒരാളാണ് സവോള. സവോള കിരികിരി. നമ്മുടെ ഒനിയൻ്റെ വില ചെറുതൊന്നും അല്ല. അത് തുർക്കിയുടെയാണ്. 4 എണ്ണം ഞാൻ എണ്ണിയെടുത്തത്. ചെറുതുവാ നോക്കിയെടുത്തത്. എണ്ണിയെടുത്തെന്ന് വെച്ചാൽ ഇതിനകത്ത് കേടണോ? ഞെക്കി ഒരുമാതിരി എല്ലാവരും ആളാൻ പ്രതി ഞെക്കിയിട്ടിട്ട് പോകുന്നതാണ്. അതിൽ നിന്ന് തപ്പിയെടുക്കുന്നതാണ്. അതായത് ഇതിന് ഇത്രയും 4 സവോളയ്ക്കാണ് 2 ദിറംസായി. പിന്നെ ഞാൻ നേരത്തെ ആണെങ്കിൽ 1 കിലോ സവോളയ്ക്ക് 1,99, ചിലപ്പോൾ വെറും 99 പിൽസിന് അങ്ങനെയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ 4 എണ്ണത്തിന് 2 ദിറംസായി. അല്ലെ 1 കിലോയ്ക്ക് 2 ദിറംസ് കഷ്ടിയേ വരുള്ളായിരുന്നു. വില കൂടിയിട്ട് ഒരു രക്ഷയില്ല. പിന്നെ 6-ൻ്റെ ഉണ്ട്, പിന്നെ 8.5-യുടെ ഉണ്ട്. അത് ഇന്ത്യൻ ആണോ എന്ന് സംശയമുണ്ട്. ഞാൻ ഏതായാലും അതിൻ്റെ വില കുറച്ച് നോക്കിയിട്ട് എടുത്തതാണ്. ഇതും മേടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സവോള വളരെ കുറവ്, ഇവിടുത്തെ കണക്കിന് വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ കുതിച്ച് കയറിയിട്ടുണ്ട്. 2 കിലോ 3 കിലോ ഒക്കെ സവോള ഞാൻ തപ്പിയെടുക്കുന്നതായിരുന്നു ഓഫറിൻ്റെ ദിവസം. ഇന്ന് ഓഫറുണ്ട്, പക്ഷേ ഇതൊന്നും ഓഫറല്ല. ഇത് സ്ഥിരം വിലയായിരിക്കും കേട്ടോ സവോളയുടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു. ഒരു ഡപ്പ തേങ്ങായും കൂടെ മേടിച്ചേ. ഇത് 5 ദിറംസ്. ഇത് പക്ഷേങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊക്കെ മേടിക്കുന്നത് നഷ്ടമാണ്. ഇത് തേങ്ങ എനിക്ക് ലുലുവിൽ പോകുന്നതാണ് കൂടുതലിഷ്ടം. അവിടുന്ന് കുറച്ചും കൂടെ വലിയ ടിന്നുണ്ട്. ഇതിനേക്കാളും ഇത്രയും കൂടെ പൊക്കമുള്ള ആ ടിന്നിനകത്ത് നിറച്ച് കിട്ടും. കുത്തി നിറച്ചൊന്നും അല്ല, എന്നാലും അത് 350 ഗ്രാമാണ്. അതിനകത്ത് തൂക്കമുണ്ട്. ഇവർക്ക് പിന്നെ തൂക്കമൊന്നും ഇല്ല ഈ കടയിൽ. ഇവിടെ ബക്കാലയിൽ നിന്നൊന്നും മേടിച്ചാൽ പിന്നെ നമുക്ക് ഒന്നും മുതലാവില്ല. 2.5 ദിറംസൊക്കെ മേടിക്കും. ഒരു മുറി തേങ്ങ കാണും. ഭയങ്കര പൈസയാണ്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ നിന്ന് നിർത്തിയില്ലാഞ്ഞിട്ട് മേടിക്കുന്നത്. ലുലുവിൽ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് 2-3 പാക്കറ്റ് വാങ്ങിച്ചിങ്ങനെ വെക്കും. കുറേ നാളത്തേക്ക് കാണും. ഫ്രീസറിലോട്ട് വെക്കും. 5.5 കിട്ടും. നഷ്ടമാണ്. വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇനി ലുലു അതിനായിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. ഡാർക്ക് ചോക്ലേറ്റ് ഒത്തിരി നല്ലതാണെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഞാനൊരു ചോക്ലേറ്റ് ഇങ്ങ് വാങ്ങിച്ചു. കുറേ ആയിരിക്കുന്നു. ഇത് പിന്നെ ഒരു കുഞ്ഞ് കഷ്ണം നമ്മൾ കഴിച്ചാൽ മതി. അങ്ങനെ ഇതിന് നല്ല വിലയാണ് കേട്ടോ. 17 ദിറംസ്. 50 ഗ്രാമേ ഉള്ളൂ. 17 ദിറംസ്. ഇനി ഇച്ചിരി കഞ്ഞിയിട്ട് കഴിക്കണം. അപ്പം ഞാനങ്ങനെ കുറച്ച് ചോറും വെച്ചു. മീൻ കറി വറ്റിച്ചെടുത്തു. പടവലങ്ങ മെഴുക്ക് വരട്ടി ആയിട്ട് വെച്ചു. മെഴുക്ക് വരട്ടിയാണ്, അതിലോട്ട് കുറച്ച് തേങ്ങ ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം ഞാനൊരു
അതിന് ശേഷമല്ല, ഞാൻ ചെയ്ത് വെച്ചിരുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഉപ്പുമാവ്, റവ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. ഇത് നിങ്ങൾക്കറിയാമായിരിക്കും, ഈ രീതി നിങ്ങൾ ചെയ്യുന്നതാണ്. എന്നാലും ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്താ പറയുന്നത്, കുക്കിങ്ങൊക്കെ ആരംഭിക്കുന്ന അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത്. അല്ലാതെ എന്താ പറയുന്നത്, പാചകം ചെയ്ത് വിദഗ്ധരായ ആളുകൾക്കല്ല കേട്ടോ. അവരെന്നെ ഒന്നും പറയണ്ട. പിന്നെ ഇതിലേക്ക് ഞാൻ 2 ക്യാരറ്റ് എടുത്തു. ഇഞ്ചി ഒരു അളവ് പറയുകയാണെങ്കിൽ ഒരു 3 ഇഞ്ച് വലിപ്പവും ഒരു 1.5 ഇഞ്ചോ വണ്ണമൊക്കെ ഉള്ള ഒരു ഇഞ്ചി കഷ്ണം എടുക്കാം. ഉപ്പുമാവിന് ഇഞ്ചി നന്നായിട്ട് വേണം. പിന്നെ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഞാൻ എടുക്കുന്ന അളവ് ഇങ്ങനെയാണ്. അതായത് ഒരു സവോള എടുക്കും, പിന്നെ പച്ചമുളക് 2-3 വേണ്ട, അതൊക്കെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ 3 ഗ്ലാസ് ഞാൻ കാണിക്കാം കപ്പ്. ആ 3 കപ്പ് റവയാണ് ഞാൻ ഇതിനെടുക്കുന്നത്. ഇവിടെ വറുത്ത റവയാണ് ഉള്ളത് കേട്ടോ. വറുത്ത് കിട്ടുന്ന റവയാണ് മേടിച്ചിരിക്കുന്നത്. കുറച്ച് കടുക് ഇട്ടു. എണ്ണയും അതുപോലെ. എണ്ണ ഞാനിപ്പോൾ ഒരു 10-70 മില്ലി കാണും എന്തായാലും എടുത്തിരിക്കുന്ന എണ്ണ. അതിലേക്ക് കടുക് ഇട്ടു. അതിൻ്റെ പുറകെ ഇച്ചിരി ഉലുവ ഇട്ടു. വറ്റൽ മുളകും ഇട്ട് പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സാധനങ്ങൾ കൂടി ഇട്ടിട്ട് വഴറ്റുക. ഒരുമാതിരി നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇടണേ. ഉപ്പിട്ടാൽ നമുക്ക് വേഗം വാടി കിട്ടും. കറിവേപ്പില ഇട്ടു. ആവശ്യമായ ഉപ്പെടുക്കുക. അതിൽ നിന്ന് കുറച്ച് ഉപ്പ് അതിനകത്തിട്ട് അത് വേഗം ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലൊക്കെ ഉപ്പ് പിടിക്കുകയും ചെയ്യുമല്ലോ കഷ്ണത്തിൽ. അപ്പോൾ കുറച്ചിട്ടാൽ മതി, അതിനുള്ളത് മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് നമ്മൾ മൂടി വെച്ച് ഇളക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിടുക. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വാടിയിട്ടുണ്ടേ. അത്രയും മതി. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇടും. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉള്ള അളവിനനുസരിച്ച് എന്തോരം പൊടി ഇടുന്നെങ്കിൽ. ബാക്കി ഉപ്പും കൂടി ഇട്ടു, കറിവേപ്പിലയും ബാക്കി ഇട്ടു. എന്നിട്ട് അതൊന്ന് ഇളക്കിയിട്ട് റവ അങ്ങോട്ടിട്ട് കുറച്ച് നേരം ഇളക്കും. വറുത്ത റവയാണ് എങ്കിലും അതിനകത്തിട്ട് കുറച്ച് സമയം എന്താ പറയുന്നത്, വഴറ്റിയതിൻ്റെ കൂടെ ഇടുമ്പോൾ നല്ലൊരു രസമുണ്ട് കേട്ടോ. എന്നിട്ട് ഈ തിളച്ച വെള്ളം, അതായത് 1 കപ്പ് റവയ്ക്ക് 1/4 കപ്പ് എന്നുള്ള തോതിലാണ് ഞാൻ വെള്ളം എടുക്കുക കേട്ടോ. നിറച്ച് 1 കപ്പ് റവയ്ക്ക് അതിന് കണക്കാക്കി 1/4 കപ്പ് വെള്ളം. ഞാനൊരു കുറച്ച് വെള്ളം കൂടുതൽ വെച്ചിട്ടുണ്ട്, ഇരുന്ന് വറ്റിപ്പോകുക വല്ലതും ചെയ്തെങ്കിൽ ഓർത്ത് ഞാൻ വെച്ചതാണ്. പിന്നെ ചില റവയ്ക്ക് വറവ് കൂടുതലുണ്ടെങ്കിൽ ലേശം കൂടി വെള്ളം വേണ്ടി വരും. അപ്പോൾ ആ കണക്കിന് വെള്ളം വെച്ചാൽ നല്ല പൊടിഞ്ഞ് കിട്ടും. കട്ടയായിട്ടും വെള്ളം പോലെയൊക്കെ ഉപ്പുമാവ് ഇരുന്നാൽ ഒരു രസവും ഇല്ലല്ലോ. ഇതിൻ്റെ കൂടെ ബീൻസും കൂടി ഇടാൻ ചിലർ ഇതാണ് ഞാൻ എടുത്ത കപ്പിൻ്റെ അളവ് കേട്ടോ. ഈ കപ്പിനാണ് ഞാൻ എടുത്തത് 3 കപ്പ്. അതിൻ്റെ അളവുകളൊക്കെയാണ് കാണിച്ചത്. ക്യാരറ്റിൻ്റെ അളവ് വേണേൽ കുറയ്ക്കാം. പിന്നെ ബീൻസ് വേണേൽ നമുക്ക് ചേർക്കാം, ഗ്രീൻ പീസ് ചേർക്കാം. ഇതൊക്കെ ചേർക്കുന്നത് എനിക്ക് ഇത്രയാണ് ഇഷ്ടം. ഒരുപാട് സാധനങ്ങളും ഇഷ്ടമില്ല. ഇച്ചിരി ബീൻസ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ചിലർ കടല പരിപ്പ്, ഉഴുന്ന് പരിപ്പും ഒക്കെ പൊട്ടിക്കും. അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു ഉപ്പുമാവെന്ന് പറയുന്നത് ഇതായതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ബീൻസ് ഇട്ടാലും ഇഷ്ടം കേട്ടോ, കുഴപ്പമില്ല. ഇതാണ് എൻ്റെ ഒരു ഉപ്പുമാവിൻ്റെ അളവ് ഞാൻ ചെയ്യുന്ന വിധം. എന്നിട്ടിതാ കുറച്ച് സമയം ആവിക്ക് വെച്ച് കഴിയുമ്പോൾ നല്ല ആവിയായി. ആദ്യത്തെ വെള്ളം ഒഴിച്ച് ഇളക്കുമ്പോൾ തന്നെ സംഭവം വെന്തു. പിന്നെ കുറച്ച് സമയം നമ്മളൊന്ന് ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി. ചോട്ടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിനുള്ള സമയം 2 മിനിറ്റ് വെച്ച് തീ കുറച്ചിട്ടിട്ട് 2 മിനിറ്റ് വെക്കുക. എന്നിട്ടേനും നന്നായിട്ട് കിട്ടും. എന്നിട്ട് ഇച്ചിരി നെയ്യ് ഒഴിച്ച് 1 സ്പൂൺ നെയ്യ് മതി, ഒരു മണത്തിന്, ഒരു രസത്തിന് ഇട്ടു. അപ്പോൾ കണ്ടോ, ഇപ്പം നല്ല മയവും ഉണ്ട്, നല്ല സ്മൂത്തുമാണ്, നല്ല പൊടിഞ്ഞുമാണ് കിടക്കുന്നത്.